അയാളുടെ ഒരു പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ട് എന്തോ ഒരു സുഖമില്ലായ്മ എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തിരുന്നു. ഭാര്യ വീട്ടുകാരും സ്വന്തം വീട്ടുകാരുമായിട്ട് അത്ര നല്ല രസത്തിലില്ല. കടം വാങ്ങി കൊടുത്ത ആള് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കര മോശമായിട്ട് കുറേ അധികം സംസാരിച്ചു. കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ചു, നല്ല ഫുഡൊക്കെ കഴിച്ചു. അന്ന് അയാൾ എന്നോടൊരു കാര്യം തുറന്നു പറഞ്ഞു. നമ്മളുടെ ചില ഇടപെടലുകൾ, ചില അന്വേഷണങ്ങൾ, ചില സംസാരങ്ങൾ, ഈവൻ ചില മൂളലുകൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെ രസകരമായതോ ഭയങ്കര ഇമ്പാക്റ്റ്ഫുള്ളായ ചില സ്വാധീനങ്ങൾ സൃഷ്ടിക്കുമെന്നതിന് പല ജീവിത സന്ദർഭങ്ങളും സാക്ഷികളാണ്. അത്തരം ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വണ്ടി സർവീസിന് പോപ്പുലർ മാരുതി സർവീസ് സെൻറ്ററിൽ മലാപ്പറമ്പിലുള്ള അവിടെ കൊടുത്ത് വൈകുന്നേരം കളക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക, തൊണ്ടയാട് ജംഗ്ഷനിൽ ഇങ്ങനെ കയറി പതുക്കെ ഇങ്ങനെ ഓട്ടോയിലാണ് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് കുറച്ചിങ്ങനെ കയറി വരുമ്പോൾ ഒരു ആ തൊണ്ടയാട് കഴിഞ്ഞതിന് ശേഷം ചേവരമ്പലത്തേക്ക് കയറുന്നൊരു വഴിയുണ്ട്. അതിനും ഈ പറഞ്ഞ മാരുതി സർവീസ് സെൻറ്ററിലേക്ക് പോകുന്ന ആ റോഡ്, ബൈ റോഡുണ്ട്, ചെറിയൊരു റോഡ് താഴോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ വിജനമായ സ്ഥലത്ത് റൈറ്റ് സൈഡിലാണ്. ആ ഭാഗം ഭയങ്കര ആളുകൾ നടന്നു പോകുന്നൊരു പൊതുവഴിയല്ല, കാരണം വണ്ടികൾ മാത്രം പാസ് ചെയ്യുന്ന അതൊരു ജംഗ്ഷനോ അങ്ങനെ ഒന്നും അല്ലാത്തൊരു വിജനമായ സ്ഥലത്ത് ഒരാളിങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ഭാവങ്ങളൊക്കെ കണ്ടിട്ട്, അയാളുടെ ഒരു പെരുമാറ്റങ്ങളൊക്കെ കണ്ടിട്ട് എന്തോ ഒരു സുഖമില്ലായ്മ എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അന്ന് ശ്രദ്ധിച്ച് ഞാനിങ്ങനെ പോകുന്നേ ഉള്ളൂ. അങ്ങനെ പോന്ന് കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോരുമുണ്ട് ഇയാൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. മാത്രമല്ല അയാൾ കരയുന്നത് പോലെയോ കണ്ണ് തുറക്കുന്നത് പോലെയോ ഒറ്റക്ക് നിൽക്കുന്നത് പോലെയോ എന്തോ ഒരു സുഖമില്ലായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ വണ്ടി അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്തോ ബുദ്ധിമുട്ടുണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നമുക്ക് ഈ പെരുമാറ്റവും വർത്താനവും അയാളുടെ നിപ്പും കോലവും ഒക്കെ കാണുമ്പോൾ, ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന്, എന്തോ ഒരു സങ്കടമുള്ളതുപോലെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് നമുക്ക് കാണാം അത്. അപ്പം ഞാൻ അയാൾ ചോദിച്ചപ്പോൾ അയാൾ എന്നെ എൻ്റർടൈൻ ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ലാത്ത പോലെ അയാൾ വേഗം എന്നെ ഒഴിവാക്കാൻ വേണ്ടി, ആ കുഴപ്പമില്ല എൻ്റെ കണ്ണിൽ പൊടി പോയതാണ്, ഞാൻ വേറെ എന്തോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അയാൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒന്നിങ്ങനെ മടിച്ചാണെങ്കിലും ഞാൻ അയാളുടെ പാട്ടിന് വിട്ട് ഞാൻ അങ്ങ് വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് കുറച്ചങ്ങോട്ട് പോയി. ഞാൻ എൻ്റെ വണ്ടിയുടെ റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ അയാളിങ്ങനെ കരയുന്നത് നമുക്ക് ശരിക്കും ഇങ്ങനെ കാണാം. ഭയങ്കര സങ്കടം. എനിക്ക് അയാൾ ആ വഴിയിൽ ഒറ്റക്കിട്ട് പോവാൻ, വിജനമായ സ്ഥലത്ത് വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് ആരും ശ്രദ്ധിക്കുമല്ലോ, ഓരോരുത്തരും തിരക്കുള്ള ആളുകളല്ലേ, ആ വിജനമായ സ്ഥലത്ത് അയാൾ ഒറ്റക്കിട്ട് പോകാൻ എനിക്കൊരു മടി. ഞാൻ തിരിച്ച് വീണ്ടും എന്ത് ചെയ്ത് രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്ത് തിരിച്ച് അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ ഞാൻ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറേ നേരമായി ശ്രദ്ധിക്കാം, ഞാൻ പോകുമ്പോഴും നിങ്ങളിവിടെ കണ്ടു, നിങ്ങൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറയാം, ഞാനിവിടെ ഒറ്റക്കിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവില്ല, നിങ്ങൾ ഇവിടുന്ന് പോയി വണ്ടി എടുത്ത് പോകുന്നത് വരെ ഞാനിവിടെ നിൽക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാം, ഞാൻ സഹായിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാളുടെ പിന്നാലെ കൂടി. അയാൾ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു, പിന്നെ അയാൾ ഇങ്ങനെ പതുക്കെ അയഞ്ഞു. ഞാൻ പേരൊക്കെ ചോദിച്ചു, പേരൊക്കെ പറഞ്ഞു, വീട് എവിടെയെന്ന് ചോദിച്ചു, വീട് പറഞ്ഞു, ഞാൻ എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് പറഞ്ഞു, എൻ്റെ സ്ഥലം പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു കാഞ്ചി, കണ്ണിൽ പൊടി പോയതാണെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കഴിയിട്ട് വരാമല്ലോ, ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് ഞാൻ വണ്ടി തിരിച്ചിട്ട് ഞാൻ അയാളെ കയറ്റി വണ്ടി തിരിച്ച് മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് വിട്ടു. ഞാൻ പറഞ്ഞു, വണ്ടി അയാളുടെ 2 വീലർ അവിടെ ഇരുന്നോട്ട്, നമുക്ക് തിരിച്ച് വന്നെടുക്കാം, നമുക്ക് പോകേണ്ട വഴിക്ക് പോകാൻ ചെയ്യും, നമുക്ക് കണ്ണൊക്കെ ഒന്ന് കഴുകാം, വേണമെങ്കിൽ ഒരു ചായയും കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അയാൾ പതുക്കെ നിർബന്ധിച്ച്, എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സോടെ അയാൾ എൻ്റെ കൂടെ വന്നു. ഞാൻ അങ്ങനെ അയാളെ നേരെ ആ മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള അവിടെ ഒരു ടീ ഷോപ്പും ഉണ്ട്, ന്യൂ ടോപ്സിൻ്റെ ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ ന്യൂ ടോപ്സിൻ്റെ ബേക്കറിയിലേക്ക് പോയില്ല, ഞാനവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അന്ന്, അതിൽ കയറി, ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കയറി ഞാൻ അയാൾ മുഖം കഴുകി വരാൻ പറഞ്ഞ് അയാൾ മുഖം കഴുകി, ഞങ്ങൾ ചായക്കൊക്കെ ഓർഡർ ചെയ്തു. ഞാനിങ്ങനെ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഇയാളോട് പതുക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങി. അയാൾ ചോദിച്ചു, അയാളെക്കുറിച്ച് അന്വേഷിച്ചു, അയാളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പിന്നെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അധികം പ്രായമൊന്നുമില്ല, എന്നേക്കാൾ വളരെ പ്രായം കുറവായ ആൾക്ക്. അപ്പോൾ ഞാനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ആണ്, വലിയൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, ഭയങ്കര സക്സസ്ഫുള്ളായ ഒരു സെയിൽസ് പേഴ്സൺ ആണ്, കമ്പനിക്ക് ഭയങ്കര താല്പര്യമുള്ള, നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുള്ളതൊക്കെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അത്യാവശ്യം ഇൻസെൻറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. then അതുപോലെ തന്നെ ആളൊരു പ്രണയ വിവാഹം വരുന്നു, കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിക്ക് ഒരു 10-12 വയസ്സൊക്കെ ആയിട്ടുണ്ടെന്നാണ് വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. മറ്റൊരു ചെറിയ കുട്ടിയാണ്. ഭാര്യ വീട്ടുകാരും സ്വന്തം വീട്ടുകാരുമായിട്ട് അത്ര നല്ല രസത്തിലില്ല, പ്രണയ വിവാഹം ആയതുകൊണ്ട്, പിന്നെ അത്യാവശ്യം താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ആളായതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ആൾ ഈ
സെയിൽസ് ജോബിൽ നല്ല സക്സസ്ഫുൾ ആയിരുന്ന ആളായതുകൊണ്ടും അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പൈസയൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ അതൊക്കെ കൂട്ടി വെച്ച ആൾ പതുക്കെ പിന്നീടൊന്ന് വളരണം എന്നുള്ള അതിയായ മോഹം കൊണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് അടുത്ത ആളുകളിൽ നിന്നും കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വാങ്ങി ചെറിയ ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. അത് വളരെ മനോഹരമായിട്ട് പൊട്ടി. പ്രത്യേകിച്ച് ഭയങ്കര ബിസിനസ് അനുഭവങ്ങളില്ലാത്തത് കൊണ്ടായിരിക്കാം അത്. തന്നെ എന്നാലും വിജയിക്കണം എന്നുള്ള ഭയങ്കര മോഹം കൊണ്ട് പലതിലും ഇടപെടും. കുറച്ച് കടങ്ങളൊക്കെ ആയി. അപ്പം അക്കൂട്ടത്തിലാണ് ഇന്നലെ 2 ദിവസം മുമ്പ് അയാളുടെ ഒരു സുഹൃത്ത് കടം വാങ്ങി കൊടുത്ത ആൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കര മോശമായിട്ട് കുറേ അധികം സംസാരിച്ചു. ഭാര്യയുടെ മുമ്പിൽ വെച്ച്, അപ്പം മക്കളുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചു. ദെൻ അത് കഴിഞ്ഞ് അയാളങ്ങ് പോയപ്പോഴത്തേക്കും തുറന്നു പറയാൻ അധികം ആളുകളും ഫ്രണ്ട്ഷിപ്പൊന്നും ഭയങ്കരമായിട്ടില്ല, ഉണ്ട്. പക്ഷെ അവരോടൊന്നും പറയാനൊരു മടി, അഭിമാനം സമ്മതിക്കുന്നില്ല. ദെൻ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തും. പലപ്പോഴും അവൾ മക്കളുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായിട്ട് നമ്മളെ ഇകഴ്ത്തി താഴ്ത്തി, ഒന്നിനും കഴിവില്ലാത്ത ഒരാൾ, ഒരു മഫൻ പൊട്ടൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഭയങ്കരമായിട്ട് അതിരുവിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പാവും. അവളോട് പറയാൻ തോന്നൂല. എന്നാൽ പിന്നെ പറയാനുള്ളത് ആകെ അവളാണ്. അങ്ങനത്തെ ഒരു പ്രണയവിവാഹം വരുന്നത്. ദെൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ ആ ആദ്യത്തെ ഒരു ഇതൊക്കെ അങ്ങോട്ട് പോയി സത്യം പറഞ്ഞാൽ. പക്ഷേ എന്നാലും അവളോട് പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് അവൾ ഉൾക്കൊള്ളാറില്ല എന്ന് മാത്രമല്ല, അത് കേൾക്കില്ല എന്ന് മാത്രമല്ല, ഒന്ന് സമാശ്വസിപ്പിക്കുന്നത് പോയിട്ട് കുറ്റപ്പെടുത്തലായിരിക്കും കൂടുതലും ഉണ്ടാവുക. വീട്ടുകാരോട് വിളിച്ച് പറയാൻ പറ്റില്ല, അപ്പോൾ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലും കേൾക്കും. കൂട്ടുകാരോട് പറയാൻ പറ്റില്ല, അവരും എന്ത് ചെയ്യും, അവരോട് പറയാനൊരു മടിയുമുണ്ട്. അപ്പോൾ ആൾ ഇങ്ങനെ കുറേ ഞാനിങ്ങനെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് എൻ്റേതായ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിന് വേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ. ഒപ്പം നല്ലൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനെ കാണാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ബിസിനസ്സൊക്കെ ചെയ്യുന്നത് നിർത്തിയിട്ട് സാലറിയിലും വർക്കിലും ഫോക്കസ് ചെയ്തിട്ട് അല്പാൽപമായിട്ട് കൊടുക്കാനുള്ള കടങ്ങൾ കൊടുത്ത് തീർക്കുക. അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് കടം കൊടുക്കാനുള്ള ആളുകളോട് ലിസ്റ്റ് ഉണ്ടാക്കി അവരെ വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ചിട്ട് അവരോടൊന്ന് തുറന്ന് സംസാരിച്ച് അതിനൊരു അവധി പിന്നീട് വാങ്ങുക. എന്നിട്ട് പതുക്കെ കൊടുത്തിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ ഞങ്ങളിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഓക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം കുറച്ച് ഞങ്ങളിങ്ങനെ തമാശയും കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് ആളങ്ങ് പോയി. ഞാൻ അയാളുടെ 2 വീലറിൻ്റെ അടുത്ത് കൊണ്ടേ ആക്കി കൊടുത്തു. അയാളങ്ങ് പോയി. പിന്നെ ഞാൻ വിളിക്കാൻ നിന്നില്ല. ഒരു 2 ദിവസം അയാളുടെ പാട്ടിന് വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വിളിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെത് വാങ്ങിയിട്ടും അയാളുടേത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ് വിളിച്ചു. അപ്പോൾ അയാൾ ഭയങ്കര തിരക്കില്ലാന്ന് മനസ്സിലായി. ഞാൻ പിന്നെ അയാളെ വീണ്ടും ഇടയ്ക്ക് വിളിച്ചു. 2-3 പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തു. ആൾ വളരെ നോർമലായി. ഏകദേശം അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷമായിട്ടോ ഈ അടുത്ത് ആളെന്നെ വിളിച്ചു, കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ചു, നല്ല ഫുഡൊക്കെ കഴിച്ചു. അന്ന് അയാൾ എന്നോടൊരു കാര്യം എന്നോട് പറഞ്ഞു സത്യത്തിൽ ആ ദിവസം ഭയങ്കര മാനസിക പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, ജീവിതം കൈവിട്ട് പോയി എന്ന് തോന്നിയൊരു നിമിഷമായിരുന്നു. എന്തും സംഭവിക്കാം, എന്തും ചെയ്യാം, എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു. നിങ്ങൾ വന്ന് ഇടപെട്ടപ്പോൾ എനിക്ക് ചവിട്ടാനുള്ള ദേഷ്യവും ഭയങ്കര ഇടങ്ങേറൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയി, കടങ്ങളൊക്കെ ഏകദേശം വീട്ടി, ഒപ്പം ചെറിയൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ബിസിനസ്സിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അതങ്ങനെ വിജയിച്ച് വരുന്നുണ്ട്. വൈഫിനോടുള്ള സമീപനങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഞാനും വരുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ തിരിച്ചുള്ള പ്രകടനങ്ങൾ നന്നായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ, ഒരു ചായ പിടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അന്ന് അയാൾ എന്നോട് പറഞ്ഞൊരു വർത്താനമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര മനസ്സ് മടുത്തിട്ട് ഭയങ്കര എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം അവസാനിപ്പിച്ച് കളയാനുള്ള പരാജയപ്പെട്ടവൻ്റെ ഒരു ഭീതിയും പരാജയപ്പെട്ടവൻ്റെ ഒരു എളിഭ്യതയും നാണവും ലജ്ജയും കൊണ്ടൊക്കെ ഭാര്യയുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് മറ്റയാൾ ചീത്ത പറഞ്ഞതും ഭാര്യ കുറ്റം പറയുന്നതും മക്കളുടെ മുമ്പിൽ വെച്ച് ഞാനൊരു കഴിവുകെട്ടവനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതിലൊക്കെ ഉള്ള മനസ്സ് നൊന്ത് ജീവിതം അവസാനിപ്പിച്ച് കളയുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്ന ടൈമിനാണ് താങ്കൾ വന്ന് ഇടപെട്ടത്. അന്ന് എനിക്ക് ഭയങ്കര മടുപ്പും ദേഷ്യവും, അന്നത്തെ മാനസികാവസ്ഥ വെച്ച് നിങ്ങളെ ചവിട്ടാനുള്ള ദേഷ്യം, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളന്നാ നിർബന്ധിച്ച് വർത്തമാനം പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞത് തന്നെ എനിക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടൊന്നും എടുത്തോണമെന്നില്ല. നിങ്ങൾ വെറുതെ ഷെയർ ചെയ്തേ ഉള്ളൂ. പക്ഷേ ഞാൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ കുറേയൊക്കെ ഞാൻ പാലിച്ചു. പക്ഷെ അതിനേക്കാൾ പ്രധാനം എനിക്ക് തോന്നുന്നത് ആ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ എന്നോട് സംസാരിച്ചത്, എന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായത്, എൻ്റെ കാര്യങ്ങളിൽ വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ എനിക്ക് ചെവി തന്നത്, അതാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് എന്ന് അദ്ദേഹം പറയുകയും ഞങ്ങൾ പിരിയുകയും ചെയ്തു. പിന്നെ ഞാനങ്ങനെ വല്ലാണ്ട് ഇടപെടാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വിളിച്ച്
കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളല്ല. നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പലപ്പോഴും ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യമാർ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ അനിയൻ, അനിയത്തി, ഏട്ടത്തി, ഏട്ടൻ, ഇവരൊക്കെ നമ്മളോട് സംസാരിക്കാൻ നമുക്ക് അവർ ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മൾ അതിന് നമ്മുടെ നിർദ്ദേശം പ്രതീക്ഷിച്ചായിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഭാര്യമാർ അവരെന്തെങ്കിലും പറയുമ്പോൾ വലിയ പ്രശ്നം കൊണ്ട് വരുമ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് കേട്ടുകൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ തീരും. നിങ്ങൾ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല, കാരണം അവർക്ക് തന്നെ പലപ്പോഴും നിർദ്ദേശങ്ങൾ അറിയാമായിരിക്കും, എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ കേട്ടുകൊടുക്കാനുള്ളൊരു സമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് തോന്നുന്നത് സത്യത്തിൽ അവർക്ക് അതിനേക്കാൾ വിലപ്പെട്ടതായിരിക്കും. ഈ 5 മിനിറ്റ് ആയിരിക്കും ഒരാളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു 5 മിനിറ്റ് ആയിരിക്കും അവളുടെ പല കടുത്ത തീരുമാനങ്ങളെയും ഇല്ലാതാവുകയും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുകയും ചെയ്യുന്നത് അത്തരം ഇടപെടലുകളായിരിക്കും. ആ ഇടപെടലുകൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുമ്പോൾ നമുക്ക് വേണ്ടി ആളുകൾ സമയം മാറ്റി വെക്കാൻ തയ്യാറായി വരും എന്നത് ജീവിതത്തിലെ കൊടുക്കൽ വാങ്ങലുകളുടെ ഏറ്റവും മനോഹരമായ അധ്യായമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോ അധ്യായങ്ങളും ഉണ്ടാവട്ടെ, പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.